2 സ്പേസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു കർവ് സി ഉണ്ട്. ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ കർവ് സി. അവിടെ ഒരു പോയിൻ്റ് ടിയിലുള്ള ടാൻജൻറ്റ് നമ്മൾ വരച്ചു. ഓക്കെ, ആ ടാൻജൻറ്റിന് 2 നോർമൽസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒന്ന് ഇങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. സ്മോൾ എൻ ഓഫ് ടിയും ഉണ്ട്, ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലുള്ള യൂണിറ്റ് നോർമലും ഉണ്ട്. ടി ഓഫ് ടിക്ക് നോർമലാണ് ഇത് രണ്ടും. നമ്മൾ ക്യാപിറ്റൽ എൻ ഓഫ് ടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ എൻ ഓഫ് ടി എന്ന് പറയുന്ന നോർമൽ സി എന്ന് പറയുന്നതിൻ്റെ കോൺകേവ് സൈഡിൽ വരുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സിക്ക് ഒരു കോൺകേവ് സൈഡും ഉണ്ട്. കോൺകേവ് സൈഡിലാണ് ഇപ്പോൾ നമ്മുടെ സ്മോൾ എൻ ഓഫ് ടി നിൽക്കുന്നത്. ഇത് കോൺവെക്സ് സൈഡിലേക്കുമാണ്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സി എന്ന് പറയുന്ന കർവ് എങ്ങനെ ഇരുന്നാലും അതിൻ്റെ കോൺകേവ് സൈഡിൽ വരുന്നതാണ് ക്യാപിറ്റൽ എൻ ഓഫ് ടി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന യൂണിറ്റ് നോർമൽ വെക്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ യൂണിറ്റ് നോർമൽ വെക്റ്റർ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന ഏത് കർവും ആയിക്കോട്ടെ അതിൻ്റെ കോൺകേവ് സൈഡിൽ ടാൻജൻറ്റിന് നോർമലായിട്ട് വരുന്നതാണ് ക്യാപിറ്റൽ എൻ ഓഫ് ടി. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. നമ്മൾ ആദ്യം സി എന്ന് പറയുന്ന കർവ് കൺസിഡർ ചെയ്തു, ടി ഓഫ് ടി വരച്ചു. എൻ ഓഫ് ടി ഇവിടെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ടി ഓഫ് ടി എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഫൈ ഓഫ് ടി ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ എക്സ് ആക്സിസിൽ നിന്ന് ഫൈ ഓഫ് ടി മാറി ടി ഓഫ് ടി നിൽക്കുമ്പോൾ ഫൈ ഓഫ് ടി പ്ലസ് പൈ ബൈ 2 മാറി. അതായത് ഇവിടെ ഫൈ ഓഫ് ടിയിൽ നിന്ന് അങ്ങോട്ട് പൈ ബൈ 2 മാറിയാണ് എൻ ഓഫ് ടി നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ താഴോട്ടുള്ള നോർമൽ ആണെങ്കിൽ ഫൈ ഓഫ് ടിയും താഴോട്ടുള്ള നോർമലിൻ്റെ ആംഗിളും കൂടെ ചേർത്താണ് നമുക്ക് പൈ ബൈ 2 കിട്ടുന്നത്. ഇത് എൻ ഓഫ് ടി എന്ന് പറയുന്ന എക്സ് ആക്സിസിൽ നിന്ന് ഫൈ ഓഫ് ടി പ്ലസ് പൈ ബൈ 2 ആംഗിളിൽ നിൽക്കുന്നതാണ് എൻ ഓഫ് ടി. ആ രീതിയിലാണ്. അപ്പം കർവ് ഇങ്ങോട്ട് വളഞ്ഞിരുന്നാലും ഇങ്ങോട്ട് വളഞ്ഞിരുന്നാലും ഫൈ ഓഫ് ടി പ്ലസ് എൻ ഓഫ് ടി ഫോമിലാണ് സ്മോൾ എൻ ഓഫ് ടി നമ്മൾ എടുക്കുന്നത്. ഫൈ ഓഫ് ടി പ്ലസ് പൈ ബൈ 2 ഫോമിലാണ് നമ്മൾ സ്മോൾ എൻ ഓഫ് ടിയുടെ ആംഗിൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്മോൾ എൻ ഓഫ് ടി എന്ന് പറയുന്ന കർവ് വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സ്മോൾ എൻ ഓഫ് ടി എന്ന് പറയുന്ന വെക്റ്റർ വരച്ചു. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത് ടി ഓഫ് ടി എന്ന് പറയുന്ന വെക്റ്റർ ഉണ്ട്. ദാറ്റ് വെക്റ്റർ ഇസ് ടാൻജൻറ്റ് ടു ദി കർവ് അറ്റ് ദ പോയിൻറ്റ് ടി. ഈ ടി ഓഫ് ടി എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് സ്മോൾ ഫൈ ഓഫ് ടി. പിന്നെ സ്മോൾ എൻ ഓഫ് ടി എന്ന് പറയുന്ന ഒരു നോർമൽ വെക്റ്റർ ഉണ്ട്. ദാറ്റ് വെക്റ്റർ ഇസ് perpendicular to t of t and the angle that small n of t makes with the x-axis will be phi of t plus pi by 2. ഈ രീതിയിൽ നമുക്ക് 3 കാര്യങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. ഇനിയാണ് നമ്മൾ തിയറിയിലേക്ക് പോകാൻ പോകുന്നത്. നമുക്ക് നേരത്തെ നമ്മളൊരു വെക്റ്ററിൻ്റെ ലെങ്ത്തും ആംഗിളും അറിയാമെങ്കിൽ വെക്റ്റർ എഴുതാനൊരു ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് നമ്മൾ ടി ഓഫ് ടിയെ എഴുതുന്നു. ടി ഓഫ് ടിയുടെ ആംഗിൾ നമുക്കറിയാം ഫൈ ഓഫ് ടി ആണ്. ഓക്കെ, ടി ഓഫ് ടിയുടെ ലെങ്ത് ഇറ്റ് ഈസ് യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ. സോ ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്. സോ ടി ഓഫ് ടിയുടെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് കോസ് ഫൈ ഓഫ് ടി ഐ പ്ലസ് സൈൻ ഫൈ ഓഫ് ടി ജെ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് വെക്റ്ററും ആംഗിളും ഉപയോഗിച്ച് ചെയ്യാനായിട്ട്. ഇനി അതേ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എൻ ഓഫ് ടി എഴുതാൻ പോവുകയാണ്. ഇവിടെ കണ്ടോ, എൻ ഓഫ് ടി എഴുതുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആംഗിൾ ഫൈ ഓഫ് ടി പ്ലസ് പൈ ബൈ 2 ആണ്. അപ്പോൾ എൻ ഓഫ് ടിയുടെ ഇക്വേഷൻ വരുന്നത് മൈനസ് സൈൻ ഫൈ ഓഫ് ടി ഐ പ്ലസ് കോസ് ഫൈ ഓഫ് ടി ജെ എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ ഓഫ് ടിയെയും ടി ഓഫ് ടിയെയും ആംഗിളിൻ്റെ ടേംസിൽ എഴുതി വെച്ചു. നമ്മളിവിടെ ആംഗിള് മാറുന്നത് കൊണ്ടാണ് നമ്മൾ ടി മാറുന്നതിനനുസരിച്ച് ആംഗിൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? അതുകൊണ്ടാണ് ആംഗിളിനെ നമ്മൾ ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞ് വിളിച്ചത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ചേഞ്ച് ഓഫ് പാരാമീറ്ററാണ് ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. ആംഗിളിനെ ഫങ്ഷൻ ഓഫ് ടി ആയിട്ട് എഴുതി ടിയിലുണ്ടായിരുന്ന വെക്റ്റർ ഇക്വേഷനെ നമ്മൾ ഫൈയിലുള്ള വെക്റ്റർ ഇക്വേഷനായിട്ട് മാറ്റി. അപ്പോൾ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിച്ച് ഡി ടി ബൈ ഡി ടി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഡി ടി ബൈ ഡി ടി വിൽ ബി ഡി ക്യാപിറ്റൽ ടി ബൈ ഡി ടി വിൽ ബി ഡി ടി ബൈ ഡി ഫൈ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. ഡി ടി ബൈ ഡി ഫൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടിയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഫൈ ഉണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡി ടി ബൈ
d5 കണ്ടുപിടിച്ചു, ഇൻറ്റു d5/dt എന്ന് കണ്ടുപിടിച്ചു. ഇനി dt/d5 ആയിട്ട് നമുക്ക് കിട്ടിയത് എന്താ? n(t) ആണ്. ഇത് തന്നെ ആയിരുന്നില്ലേ n(t)? അപ്പോൾ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ T/സ്മോൾ t എന്ന് പറയുന്നത് ഈക്വൽ ടു n(t) ഇൻറ്റു d5/dt എന്ന് കിട്ടി. നമുക്ക് ഒരു കർവിൻ്റെ ഓറിയൻറ്റേഷൻ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ ടാൻജൻറ്റിൻ്റെ ഡിറക്ഷനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുപയോഗിച്ചിട്ട് d5/dtയുടെ സൈൻ ഉപയോഗിച്ച് നമുക്ക് n(t)യുടെ ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. d5/dt എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ dt/dt എന്താണോ, അതായത് ടാൻജൻറ്റിൻ്റെ ടാൻജൻറ്റിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡിറക്ഷൻ എന്താണോ അതായിരിക്കും n(t) എന്ന് പറയുന്നത്. നമ്മൾ dt/dt കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ n(t) കണ്ടുപിടിച്ചത് നേരത്തെ, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ക്യാപിറ്റൽ n(t)യുടെ ഡിറക്ഷൻ ആയിരിക്കും സ്മോൾ n(t)യുടേത് വെൻ d5/dt ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. തിരിച്ച് d5/dt ലെസ് ദാൻ 0 ആകുമ്പോൾ ക്യാപിറ്റൽ n(t)യുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് സ്മോൾ n(t)യുടെ ഡിറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ ഡിറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിൻ്റെ ഡിറക്ഷൻ d5/dt ലെസ് ദാൻ 0 ആകുമ്പോൾ. ഇത് രണ്ടും മനസ്സിൽ വെച്ചേക്കാം. ഇനി നമുക്ക് വീണ്ടും ആ ഫിഗറിലേക്ക് ഒന്നുകൂടെ പോകാം. ഇവിടെ നോക്കിയേ, φ(t) എപ്പോഴാണ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്? φ(t) ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് ദാ ഇങ്ങനെ കർവ് വളഞ്ഞിരിക്കുമ്പോൾ φ(t) ഇപ്പോൾ ഇവിടെ ഇത്രയാണ്. അടുത്തൊരു ടാൻജൻ്റ് എത്തുമ്പോൾ φ(t) എന്ന് പറയുന്നത് ദാ ഇത്രയാണ്. അത് ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അടുത്തത് വരുമ്പോൾ ദാ ഇത്രയുമാണ് φ(t) എന്ന് പറയുന്നത്. ഇത്രയുമാണ്. അതായത് ഇങ്ങനെ കർവ് ഈ ഷേപ്പിൽ പോകുമ്പോൾ, ഫസ്റ്റ് ഷേപ്പിൽ പോകുമ്പോൾ φ(t) ഈസ് ഇൻക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d5/dt ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്നർത്ഥം. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ സെക്കൻഡ് കർവിൻ്റെ കേസിൽ φ(t) ഈസ് ഡിക്രീസിങ്. φ(t) കുറഞ്ഞാൽ പോകുന്നത്, അതായത് d5/dt എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോ, φ(t) ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ n(t)യുടെ ഡിറക്ഷൻ തന്നെയാണ് dt/dtയുടെ ഡിറക്ഷൻ എന്ന്. അതായത് ഈ കേസിൽ n(t) എന്ന് പറയുന്നത് സ്മോൾ n(t)യുടെ ഡിറക്ഷനിലാണ്. ഈ കേസിൽ നോക്കിയേ, അടുത്ത കേസിൽ നോക്കിക്കോ, അവിടെ n(t)യുടെ ഡിറക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി ഓപ്പോസിറ്റ് സ്മോൾ n(t) എന്നാണ് പറഞ്ഞത്. ഇതായിരിക്കും n(t). കാരണം ഇവിടെ നമുക്ക് അറിയാവുന്ന എന്താ, φ(t) ഈസ് ഡിക്രീസിങ്, d5/dt ഈസ് ലെസ് ദാൻ 0. സോ n(t)യും dt/dtയും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെന്ന് അവിടെ നമുക്കറിയാവുന്നത്. അതായത് സ്മോൾ n(t)യുടെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും ക്യാപിറ്റൽ n(t). സ്റ്റിൽ കോൺകേവ് സൈഡിലേക്കല്ലേ ക്യാപിറ്റൽ n(t) വന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ക്യാപിറ്റൽ n(t) എന്ന് പറയുന്നത് കർവിൻ്റെ കോൺകേവ് സൈഡിലേ വരുള്ളൂ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കിയത്. മനസ്സിലായോ? ക്യാപിറ്റൽ n(t) വിൽ ബി ഓൾവേസ് ഇൻ ദി കോൺകേവ് സൈഡ് ഓഫ് ദി കർവ്. ഇത് എഴുതിയെടുക്കണം. റിസൾട്ട് അത്ര വെച്ചാൽ ചോദിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അത്ര ഉറപ്പില്ല. പക്ഷെ ചോദിച്ചാൽ എഴുതാൻ പാകത്തിൽ നിങ്ങൾ റെഡി ആയിരിക്കണം. കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ഭാഗത്തുനിന്ന് പ്രോബ്ലംസ് ചെയ്യാനായിരിക്കും. ഇങ്ങനത്തെ പ്രൂഫ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. എന്നാലും ഫുൾ മാർക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പ്രൂഫ് വിട്ടുകളയരുത്. അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ പ്രൂഫാണ്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് പഠിച്ചേക്കുക. നമ്മൾ ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസേഷൻ ഓഫ് എ കർവ് പഠിച്ചു ഇല്ലേ? ഇപ്പം നമ്മൾ കാണുന്ന കർവ് ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസ്ഡ് ആയിരുന്നു എങ്കിൽ നമുക്ക് അറ്റ് എ പോയിൻറ്റ് R(s) നമുക്ക് യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടറായിട്ട് കിട്ടുന്നത് T(s) എന്ന് പറയുന്ന R' എടുത്താൽ മതി. കാരണം നോം ഓഫ് R' ഇസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ അവിടെ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ T(s) കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ആർക്ക് ലെങ്ത് പാരാമീറ്ററൈസ്ഡ് കർവിൻ്റെ യൂണിറ്റ് ടാൻജൻറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന കർവിനെ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ T(s) ഈക്വൽ ടു R' എന്ന് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നോർമൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ബൈ
അതിൻ്റെ നോം, അതായത് യൂണിറ്റ് നോർമൽ വെക്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആർ ഡബിൾ ഡാഷ് എസ് ബൈ നോം ഓഫ് ആർ ഡബിൾ ഡാഷ് എസ് കണ്ടുപിടിച്ചാൽ മതി. ഇത് കുറച്ചും കൂടി ഈ കേസിൽ നമുക്ക് ടി ഓഫ് എസ് ചെയ്യുമ്പോൾ നോർമലൈസ് ചെയ്യേണ്ട, നോർമൽ വെക്റ്റർ ചെയ്യുമ്പോൾ മാത്രം നോർമലൈസ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ ഡിഫറൻസ്. അതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇവിടെ ഉള്ളത്. ഒരു സർക്കിൾ ഓഫ് റേഡിയസ് എ ഉണ്ട്, അതിൻ്റെ ഇക്വേഷൻ ആർ ഈക്വൽ ടു എ ഇൻറ്റു കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ എന്നാണ്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ പാരാമട്രൈസ് ചെയ്ത് ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം യൂണിറ്റ് ടാൻജൻറ്റും യൂണിറ്റ് നോർമലും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സർക്കിളിൻ്റെ കേസിലുള്ള ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ ആദ്യമേ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ് ഇസ് ഈക്വൽ ടു എ ടി എന്ന് പറയുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു എസ് ബൈ എ എന്ന് വരും. അപ്പോൾ ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ എന്ന് പറയുന്നത് ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് എസ് ബൈ എ ഐ പ്ലസ് എ ഇൻറ്റു സൈൻ എസ് ബൈ എ ജെ എന്ന് വരും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ആർ ഡാഷ് എസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടി ഓഫ് എസ്. ആർ ഡാഷ് എസ് എടുത്ത് മാത്രം മതി. ഇനി എൻ ഓഫ് എസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആർ ഡബിൾ ഡാഷ് എസ് എടുക്കുക, അതിനെ നോർമലൈസ് ചെയ്യുക. ഓക്കെ, നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ചെയ്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും കിട്ടുന്നില്ല എങ്കിൽ ക്വസ്റ്റ്യൻ മാത്രം എഴുതുക. ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, നമ്മൾ ടാൻജൻറ്റ് വെക്റ്ററും നോർമൽ വെക്റ്ററും കണ്ടു. രണ്ടും യൂണിറ്റ് വെക്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, ആ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും കൂടെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ പോവാം. ഇപ്പം നമ്മൾ 3 സ്പേസിലേക്ക് കടന്നു. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾ 3 സ്പേസിലെത്തും. നമ്മൾ യൂണിറ്റ് ടാൻജൻറ്റ് യൂണിറ്റ് നോർമലും ഒക്കെ 2 സ്പേസിലും 3 സ്പേസിലും പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞ് നിർത്തിയത് 2 സ്പേസിലെ കഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ 3 സ്പേസിലേക്ക് വരികയാണ്. നമുക്കൊരു യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്ററും അതിൻ്റെ ഒരു യൂണിറ്റ് നോർമൽ വെക്റ്ററും ഉണ്ട്. രണ്ടിൻ്റെയും കൂടെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു. ആ ക്രോസ് പ്രൊഡക്റ്റ് എടുത്ത് കിട്ടുന്ന സാധനത്തിനാണ് ബൈനോർമൽ വെക്റ്റർ എന്ന് പറയുന്നത്. ഈ ബൈനോർമൽ വെക്റ്ററിൻ്റെ നോം എടുക്കാൻ പോവാണ് നമ്മൾ. ബൈനോർമൽ വെക്റ്ററിൻ്റെ നോം എന്ന് പറഞ്ഞാൽ നോം ഓഫ് ടി ക്രോസ് എൻ ഓഫ് ടി. അതെന്ന് പറയുന്നത് ഇതാണ്. ഈ ടി ഓഫ് ടിയും എൻ ഓഫ് ടിയും പെർപെൻഡിക്കുലറാണ്. സോ അതിനിടയിലുള്ള ആംഗിള് സൈൻ പൈ ബൈ 2 ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബി ഓഫ് ടിയുടെ നോർമൽ, ബി ഓഫ് ടിയുടെ ലെങ്ത്ത് 1 എന്ന് കിട്ടും. സോ ബി ഓഫ് ടി ഈസ് ഓൾസോ എ യൂണിറ്റ് വെക്റ്റർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ടി ഓഫ് ടി ആൻഡ് എൻ ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ഈ ബി ഓഫ് ടി, ടി ഓഫ് ടി, എൻ ഓഫ് ടി ഒരു റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് ബേസിക് ഡെഫിനേഷൻസ് ആണ്, അത്യാവശ്യമുള്ളവർ മാത്രം വായിച്ചാൽ മതി. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതൊരു ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുക. വേണ്ടവരിതൊന്ന് പോസ് ചെയ്തിട്ട് ആ ഡെഫിനേഷൻസ് ഒക്കെ ഒന്ന് വായിച്ചാൽ നല്ല രസമാണ് കാണാൻ. നമുക്ക് വേണ്ടത് ഇതാണ്. ബി ഓഫ് ടി കണ്ടുപിടിക്കുക, ബി ഓഫ് എസ് കണ്ടുപിടിക്കുക. ബി ഓഫ് ടി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ആർ ഡാഷ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ടി ഡിവൈഡഡ് ബൈ നോം ഓഫ് ആർ ഡാഷ് ടി ക്രോസ് നോം ഓഫ് ആർ ഡബിൾ ഡാഷ് ടി. രണ്ട് ഫോർമുലാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപയോഗിച്ച് നമുക്ക് ബൈനോർമൽ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോർമുലാസും പഠിക്കണം. ഇതിൻ്റെ പ്രൂഫ് ഒന്നും വേണ്ട. ഈ ഫോർമുല എങ്ങനെ വന്നു എന്ന് തൽക്കാലം നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ അറിയേണ്ട. കുറച്ചും കൂടെ വലുതായിട്ട് നമുക്ക് അതൊക്കെ പഠിക്കാം. തൽക്കാലം ഈ രണ്ട് ഫോർമുലാസ് പഠിച്ചു വെച്ചാൽ മതി. ഓർക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ടി ഓഫ് ടി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ആർ ഡാഷ് ആണെന്നറിയാം, ആർ ആണെന്നറിയാം. എൻ ഓഫ് ടി കിട്ടണമെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണമെന്നറിയാം. അപ്പോൾ ആർ ഡാഷ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ടിയും കണ്ടുപിടിക്കുക. അതേപോലെ അതിൻ്റെ നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബി ഓഫ് ടി കിട്ടും. ഇനി ആർക്ക് ലെങ്ത് പാരാമട്രൈസേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നോം ഓഫ് ആർ ഡാഷസ് 1 ആയതുകൊണ്ട് നമുക്ക് അവിടെ ആ ഭാഗമേ ഉണ്ടാവില്ല. പകരം ഡിനോമിനേറ്ററിൽ നമുക്ക് നോം ഓഫ് ആർ ഡബിൾ ഡാഷസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. നമുക്കിനി പ്രോബ്ലംസിൽ